മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലൂടെ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരു പറ്റം കർഷകരാണ് റഫാം എന്ന പേരിൽ കമ്പനി രൂപീകരിച്ച് സ്വന്തമായി ഗ്രോ ബാഗുകളുടെ നിർമ്മാണം ആരംഭിക്കുവാൻ ഒരുങ്ങുന്നത്. 420ഓളം റബ്ബർ കർഷകരാണ് കമ്പനിയുടെ ഓഹരി ഉടമകൾ. തൃശൂർ കേന്ദ്രമായുള്ള റബ്ബർ എഞ്ചിനീയേഴ്സ് എന്ന കമ്പനി റഫാമിനായി നിലവിൽ റബ്ബർ ഗ്രോ ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇപ്പോൾ കുറുങ്കണ്ണി മാതൃക റബ്ബർ ഉത്പാദക സംഘത്തിൽ ഗ്രോ ബാഗുകൾ നിർമ്മിക്കുവാനുള്ള പുതിയ ഫാക്ടറി സ്വന്തമായി സ്ഥാപിച്ചിരിക്കുകയാണ് റഫാം. ആവശ്യമായ മെഷീനറികളെല്ലാം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. റബ്ബർ അരിക്കുന്ന മിക്സിംഗ് മിൽ, മോൾഡിനായുള്ള പ്രസ് എന്നിവയടക്കം ഇതിലുൾപ്പെടും. ഫാക്ടറിക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുവാൻ ട്രാൻസ്ഫോമറും പുതിയതായി സ്ഥാപിച്ചു കഴിഞ്ഞു. 6 മുതൽ 7 മിനിറ്റ് വരെയാണ് ഒരു ഗ്രോ ബാഗ് നിർമ്മിക്കുവാൻ വേണ്ടിവരുന്ന സമയം. മാസത്തിൽ 6000 മുതൽ 7000 വരെ ഗ്രോ ബാഗുകൾ നിർമ്മിക്കുവാൻ കഴിയുന്ന ഫാക്ടറിയാണ് കുറുങ്കണ്ണിയിൽ സജ്ജമായി വരുന്നത്. കൃഷി വകുപ്പിന് കീഴിലുള്ള സ്മോൾ ഫാർമേഴ്സ് അഗ്രി കൺസോർഷ്യം വഴി 25 ലക്ഷം രൂപ സൗജന്യമായി ഫാക്ടറിയുടെ പ്രാരംഭ പ്രവർത്തനത്തിന് നൽകും. സമീപവാസികളായ 420 കർഷകരെ ചേർത്ത് റഫാം എന്നൊരു കമ്പനി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അതിന്റെ പ്രധാന ഉദ്ദേശം റബ്ബറിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റ് അതിൽ വരുന്ന ലാഭം കർഷകർ തിരിച്ചെത്തിക്കാൻ വേണ്ടിയാണ്. കർഷകർ വില കുറവ് മൂലം ഇപ്പോൾ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. ആ സമയത്ത് എങ്ങനെ സഹായിക്കാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. അതിന്റെ ഫലമായിട്ട് ഈ കമ്പനിയുടെ രൂപവൽക്കരണത്തോടുകൂടി റബ്ബർ ഉപയോഗിച്ച് ഗ്രോ ബാഗ് നിർമ്മിക്കുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെടുകയും റബ്ബർ ബോർഡിലെല്ലാം കാണിച്ച് അത് വളരെ വിദഗ്ധമായിട്ട് ചെയ്തിട്ടുള്ളതാണെന്നും കൃഷിക്ക് അനുയോജ്യമാണെന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ഗവൺമെന്റിലേക്ക് അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചപ്പോൾ ഗവൺമെന്റിന്റെ സമീപനം വളരെയധികം സ്വാഗതാർഹമായിരുന്നു. റബ്ബർ കർഷകനെ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുകയും റബ്ബർ കർഷകന് റബ്ബറിന്റെ ഉപയോഗം കൂടുന്നത് മൂലമുണ്ടാകുന്ന നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇതുകൊണ്ടുണ്ടാകുന്നുണ്ട്. ഗവൺമെന്റ് പ്രത്യേക പൈസ മുടക്കൊന്നും ഇല്ലാതെ തന്നെ കർഷകനെ സഹായിക്കാവുന്നൊരു സ്കീം എന്നുള്ള നിലയിൽ ഗവൺമെന്റ് ഇതിന് ഉടൻ തന്നെ സാങ്ഷൻ നൽകുകയും പഞ്ചായത്ത് മുഖാന്തരവും കൃഷി വകുപ്പ് മുഖാന്തരവും ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാങ്ഷൻ തന്നു. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വർദ്ധിക്കുകയും ഇപ്പം ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൊണ്ട് തന്നെ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും നമ്മൾക്ക് ഒരു യൂണിറ്റ് അനുവദിക്കുകയും ചെയ്ത് SFACയിൽ നിന്നും ഒരു 25 ലക്ഷം രൂപ ഇതിനുവേണ്ടി നമുക്ക് സബ്സിഡിയായി ലഭിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനം നടത്തി അവരെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഈ 25 ലക്ഷം രൂപ നമുക്ക് തിരിച്ചടയ്ക്കാത്ത തുകയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അതിൻ്റെ ആദ്യപടിയായിട്ട് കർഷകരുടെ സഹകരണത്തോടെ ഇവിടെ ആവശ്യമായ യന്ത്രസാമഗ്രികൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. ഈ മാസം തന്നെ ഇതിന് പ്രൊഡക്ഷൻ സാധിക്കാൻ ഇതിനൊക്കെ ഇലക്ട്രിക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ട്രാൻസ്ഫോമർ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ കർഷകർ ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ഡോക്ടർ ജേക്കബ് മാത്യു റബ്ബർ ബോർഡിൽ നിന്ന് പെൻഷൻ പറ്റിയൊരു സയന്റിസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും ഓരോ രീതിയിൽ വളരെ വളരെ കാർഷിക രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ എല്ലാവരും സഹായവും ഈ കർഷകരുടെ എല്ലായ്മയും കൂട്ടായ്മയാണ് ഈ വിജയത്തിനെല്ലാം ഈ അടിസ്ഥാനമായി ലഭിച്ചത്. നിലവിൽ വിപണിയിൽ ലഭ്യമാകുന്ന പ്ലാസ്റ്റിക് ഗ്രോ ബാഗുകൾ പ്രകൃതിക്ക് ഹാനികരമാകുന്നതാണ്. എന്നാൽ റബ്ഫാം നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഗ്രോ ബാഗുകൾ പ്രകൃതി സൗഹൃദവും 10 വർഷം ഈട് നിൽക്കുന്നതുമാണ്. പഞ്ചായത്തുകൾ വഴിയും കൃഷിഭവൻ വഴിയും വിതരണം ചെയ്യുന്നത് കൂടാതെ ഇവ പൊതുവിപണിയിൽ ലഭ്യമാക്കുവാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 150 മുതൽ 200 രൂപ വരെയാണ് വില. ഗ്രോ ബാഗുകൾക്ക് പുറമെ ഇൻഡോർ ചെടിച്ചട്ടികളും റഫാം നിർമ്മിച്ചു നൽകും. ഗ്രോ ബാഗുകളുടെ നിർമ്മാണത്തിലൂടെ റബ്ബറിന്റെ ഉപയോഗം വർദ്ധിക്കുകയും അതുവഴി മെച്ചപ്പെട്ട റബ്ബർ വില വിപണിയിൽ ലഭ്യമാവുകയും ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് കർഷകർ.